എല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് വരുന്നത്. അതെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കും. അത് ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ബസ്സിനകമാണെങ്കിലും ഒക്കെ നല്ല വൃത്തി. ഈ പ്രശ്നം മാറാനായിട്ട് ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ. വാങ്ങിക്കുന്ന ശമ്പളത്തിന് അനുസരിച്ച് കൃത്യമായ ഒരു ജോലി അത് KSRTC ഉദ്യോഗസ്ഥർ ചെയ്യാം. ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ചാനലിൽ. KSRTC ബസ്സിൽ നമ്മൾ കൊല്ലത്ത് നിന്ന് പാലോട് ഒരു യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി അടക്കം എന്നെ ക്രിട്ടിസൈസ് ചെയ്തു. അത് വളരെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും വലിയ ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്ന് എന്നെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഞാനന്ന് അങ്ങനെ ആ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്കതൊരു സാധാരണ കാര്യമായിട്ട് എനിക്കത് തോന്നിയില്ല. അത് വളരെ നോർമലൈസ് ചെയ്യാനായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാനന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് KSRTC ബസ്സിനകത്തുള്ള ഒരു അൺഹൈജീനിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ആ അൺഹൈജീനിക്ക് വഴി ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചത്. വൃത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു വ്യക്തിയിലായാലും ശരി, അതൊരു വീട്ടിലായാലും ശരി, പബ്ലിക് സ്പേസിലായാലും ശരി. ഹൈജീൻ എന്ന് പറയുന്നത് 100% അതിനകത്ത് വേറെ എക്സ്ക്യൂസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സാറ് കൊല്ലത്ത് നടന്ന ഒരു KSRTC സ്റ്റാഫിന്റെ ഒരു മീറ്റിംഗിൽ പുള്ളി ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പരാമർശിച്ച് പറഞ്ഞു. ആരും അഴുക്കുള്ള ഡ്രസ്സുമായിട്ട് വരുന്നില്ല, എല്ലാവരും നല്ല വൃത്തിയായിട്ടാണ് വരുന്നത്. അതെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. അത് ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ബസ്സിനകമാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയായി. അതിനകത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ പരാമർശിച്ച കണക്ക് KSRTCയിലെ ചില ഉദ്യോഗസ്ഥർ, എല്ലാവരും ഒന്നല്ല, ഒരു 130-40 പേര്, അതായത് ശമ്പളം വാങ്ങിച്ചിട്ട് ആ വാങ്ങിക്കുന്ന ശമ്പളത്തിന് കൃത്യമായ ജോലി ചെയ്യാതെ, അല്ലെങ്കിൽ അതിന് ബില്ല് എഴുതിയെടുക്കുക, മനസ്സിലായില്ല, ഇപ്പം ചെയ്യാത്ത ജോലിക്ക് വേണ്ടിയിട്ട് ബില്ല് എഴുതിയെടുക്കുക, അങ്ങനെ വാങ്ങിക്കുന്ന ശമ്പളത്തിന് കൃത്യമായ ജോലി എടുക്കാത്ത ഉദ്യോഗസ്ഥരെ പറ്റിയിട്ട് അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ടായിരുന്നു. കുടുംബശ്രീ കേരളത്തിലെ മുഴുവൻ വണ്ടികളും കഴുകുന്ന വൃത്തിയാക്കുന്ന ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തിയാണ്. വിജയിച്ചാൽ മുഴുവൻ കുടുംബശ്രീ ഏൽപ്പിക്കും. അല്ല ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് നേരെ കഴുകിയില്ല, തുടങ്ങിയില്ല, കഴുകിൻ്റെ കാശ് എഴുതി വാങ്ങിക്കും. KSRTC എന്ന് പറയുന്നത് ഒട്ടേറെ സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പബ്ലിക് സിസ്റ്റമാണ്. KSRTC ഇന്ന് നല്ലൊരു തുക ശമ്പളമായിട്ട് മേടിക്കുകയും ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാത്തതിന്റെ പേരിൽ പൊതുസമൂഹത്തില് പൊതുജനങ്ങൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. KSRTCയിലെ ചില ഉദ്യോഗസ്ഥർ ഇതിനെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചില ആൾക്കാർ KSRTC എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ പ്രശ്നം മാറാനായിട്ട് ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ. വാങ്ങിക്കുന്ന ശമ്പളത്തിന് അനുസരിച്ച് കൃത്യമായ ഒരു ജോലി അത് KSRTC ഉദ്യോഗസ്ഥർ ചെയ്യുക. കാരണം നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് KSRTC പോലുള്ള സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ സാധാരണക്കാരന് നല്ലൊരു യാത്രാ അനുഭവം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ നല്ലൊരു യാത്രാ അനുഭവം ഉണ്ടാവേണ്ട ഒരു സിസ്റ്റത്തെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ചേർന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് ജോലി എടുക്കാതിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് എന്ത് ഇമ്പാക്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്.